ഇടതുപക്ഷം തിരിച്ചുവരവിന്റെ വഴികൾ തേടുന്നുണ്ട്. എന്നാൽ അത് അത്ര എളുപ്പമല്ല. സംസ്ഥാനത്ത് UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ തകർന്ന തരിപ്പണമായ LDF തിരിച്ചുവരവിന് കോപ്പുകൂട്ടുകയാണ്. എന്നാൽ അതിന് തിരിച്ചടിയായി LDFനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ഇപ്പോൾ അടിച്ചു പിരിയുകയാണ് NCP. നിലവിൽ ഭരണത്തിലില്ല. പേരിന് ഒരു MLA പോലുമില്ല, MP മാരില്ല. ചില പഞ്ചായത്ത് മെമ്പർമാർ മാത്രമുള്ള പാർട്ടിയായി NCP മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നാലെ ഇപ്പോൾ പിളർപ്പിലേക്ക് നീങ്ങുകയാണ് NCP. നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ പിണറായി വിജയന്റെ സംരക്ഷണയിലായിരുന്നു NCP ശശീന്ദ്ര വിഭാഗം നിലനിന്നത്. എന്നാൽ അധികാരം കൈവിട്ടു. പിണറായിക്ക് പോലും CPM-ൽ നിലനിൽപ്പ് നഷ്ടമായി. ഇതോടെ ഗോഡ്ഫാദർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് NCP. ഇതോടെ തക്കം പാർത്തിരുന്ന PC ചാക്കോയും സംഘവും പാർട്ടി പിടിച്ചെടുക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വേണമെന്നാണ് PC ചാക്കോ വിഭാഗത്തിന്റെ നിലപാട്. ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് സംസ്ഥാന പാർട്ടിയായി മാറണമെന്നാണ് AK ശശീന്ദ്രൻ ആവശ്യപ്പെടുന്നത്. അതേസമയം ശശീന്ദ്രൻ വിഭാഗം കോഴിക്കോട് വെച്ച് യോഗം ചേരുന്നതോടെ പിളർപ്പ് പൂർണ്ണമാകുമെന്ന് ഉറപ്പാണ്. നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ തോമസ് കെ തോമസിനെ മാറ്റി പകരം പുതിയ ആളെ അധ്യക്ഷ സ്ഥാനത്ത് നിയമിക്കണമെന്നാണ് PC ചാക്കോ വിഭാഗത്തിന്റെ പ്രധാന ആവശ്യം. ദേശീയ പാർട്ടി പദവിയിൽ നിന്നും സംസ്ഥാന പാർട്ടി എന്ന പദവി കൂടി ലഭിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകമാനം വിജയം നേടാൻ സാധിക്കുകയുള്ളൂവെന്നാണ് അവർ പറയുന്നത്. ഒറ്റപ്പെട്ടു നിൽക്കുന്ന മറ്റു പാർട്ടികളെ കൂടി NCP ലയിപ്പിക്കണമെന്ന ആവശ്യകതയും AK ശശീന്ദ്രൻ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ അതിനെല്ലാം മുമ്പ് ശശീന്ദ്രൻ വിരമിക്കണമെന്ന് NCP PC ചാക്കോ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിൽ ഏറെക്കാലം മന്ത്രിയായിരുന്നു AK ശശീന്ദ്രൻ. വിവാദങ്ങളിൽപ്പെട്ട് ഇടക്കാലത്ത് മന്ത്രി കസേര തെറിച്ചെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചുവന്ന മന്ത്രിപദവിയിൽ ഇരുപ്പുറപ്പിച്ച ശശീന്ദ്രൻ രണ്ടാം പിണറായി സർക്കാരിലും മന്ത്രിപദവി കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. രണ്ടാം തവണ എതിരാളികൾ ആരുമില്ലാതെ 5 വർഷം വാണ ശശീന്ദ്രൻ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂക്കും കുത്തി വീണു. നേരത്തെ NCP-യിലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പാർട്ടി ദേശീയ നേതൃത്വം ഇടപെട്ടുവെങ്കിലും അവിടെ ശശീന്ദ്രനെ പിന്തുണച്ചത് പിണറായി വിജയനാണ്. പിന്നാലെ അന്ന് AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് MLA എന്നിവരെ ശരത് പവാർ മുംബൈയിലേക്ക് വിളിപ്പിച്ചു. 2 വർഷത്തെ കരാറിനെ കുറിച്ച് തനിക്കറിയില്ലെന്നും മന്ത്രിസ്ഥാനം പാർട്ടി പറഞ്ഞാൽ ഒഴിയുമെന്നുമാണ് അന്ന് വനംവകുപ്പ് മന്ത്രി കൂടിയായ AK ശശീന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. നേരത്തെ തോമസ് കെ തോമസും PC ചാക്കോയും ഒരു ഗ്രൂപ്പായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കളം മാറ്റിയ തോമസ് കെ തോമസ് ശശീന്ദ്രനൊപ്പം ചേരുകയായിരുന്നു. ജയിച്ചാൽ മന്ത്രിസ്ഥാനം പങ്കിടാമെന്നാണ് ശശീന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞത്. ഇത് വിശ്വസിച്ച് തോമസ് കെ തോമസ് PC ചാക്കോയെ വിട്ട് ശശീന്ദ്രനൊപ്പം കൂടി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ശശീന്ദ്രനും തോമസ് കെ തോമസും അടപടലം തോറ്റതോടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു. തക്കം പാർത്തിരുന്ന PC ചാക്കോ പാർട്ടിയെ ഒന്നാകെ വിഴുങ്ങുവാൻ വായ പിളർന്നിരിക്കുകയാണ്. എന്നാൽ തോറ്റുകൊടുക്കാൻ ഉദ്ദേശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ശശീന്ദ്രനും തോമസും പ്രതിരോധം തീർക്കുന്നതോടെയാണ് NCP പിളരുന്നത്. ഇനി 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് ചൊറി കുത്തുന്നതിനേക്കാൾ നല്ലത് പാർട്ടിയെ പിളർത്തി UDF-നൊപ്പം പോവുകയാണെന്ന ചിന്ത ഒരു വിഭാഗത്തിനുണ്ട്. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ നടക്കുന്ന തമ്മിൽ തല്ലെന്നും കാണാൻ സാധിക്കും. നിലവിൽ NCP-യിലെ ഒരു വിഭാഗം UDF-ലെത്തിയാൽ അതിന്റെ ഗുണം കാര്യമായിട്ടൊന്നും മുന്നണിക്ക് ലഭിക്കില്ല. നേതാക്കൾ മാത്രമുള്ള പാർട്ടിയായി NCP മാറിക്കഴിഞ്ഞു. മഹാരാഷ്ട്രയിലടക്കം ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നീക്കമാണ് NCP നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേണ്ടാത്ത വയ്യാവേലി വലിച്ച് തലയിലിടേണ്ട എന്ന നിലപാടിലാണ് വലതുപക്ഷം മുന്നോട്ടു പോകുന്നത്.